വെൽക്കം ബാക്ക് ടു ടെക് സൊല്യൂഷൻസ്. ഐ എം സഞ്ജയ് സുബ്രഹ്മണ്യ. എല്ലാവർക്കും ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മാത്സ് ക്ലാസ് 5 അല്ലേ, 5ാമത്തെ മാത്സ് ക്ലാസ്സിൻ്റെ പാർട്ട് 2 ആണ് നമ്മുടെ ഈ ക്ലാസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെ കണ്ടിന്യൂഷനാണ് പാർട്ട് 2. അപ്പോൾ എല്ലാവരും ആദ്യം പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ക്ലാസ് പാർട്ട് 2 കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ടാണ്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കണം കേട്ടോ. ഇവിടെ നോക്കുക, 1ൻ്റെ ക്യൂബ് 1, 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27, 4ൻ്റെ ക്യൂബ് 64, 5ൻ്റെ ക്യൂബ് 125, 6ൻ്റെ ക്യൂബ് 216, 7ൻ്റെ ക്യൂബ് 343, 8ൻ്റെ ക്യൂബ് 512, 9ൻ്റെ ക്യൂബ് 729, 10ൻ്റെ ക്യൂബ് 1000. ഓക്കെ, അപ്പോൾ നമ്മളിനി ഒരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട്, ഓക്കെ, ഒരു വലിയ നമ്പറൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ ഒരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് പഠിക്കാം. ഓക്കെ, അതായത് നമുക്ക് ഒരു 5 അക്ക നമ്പറോ അല്ലെങ്കിൽ ഒരു 6 അക്ക നമ്പറോ തന്നു വിചാരിക്കുക. ഈ നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, നമുക്കറിയാം ഒരു നമ്പറിൻ്റെ ഏറ്റവും വലത്തേ അറ്റത്ത് നിൽക്കുന്ന നമ്പറിനെ നമ്മൾ എന്ത് പറയാം, ഇതിന് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയാം അല്ലേ. അതായത് നമുക്കറിയാം ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, അങ്ങനെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഒറ്റ എന്ന് പറയുന്ന ആ ഒരു നമ്പറാണ് യൂണിറ്റ് ഡിജിറ്റ് അല്ലേ. പിന്നെ 10 ഉണ്ടാവും, ഇപ്പോൾ ടെൻസ്, അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതാണ് യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക കേട്ടോ, 1ൻ്റെ ക്യൂബ് 1 ആണ്. ഓക്കെ, 1ൻ്റെ ക്യൂബ് വന്നപ്പോൾ 1 ആണ്. ഇനി ഇവിടെയും നോക്കുക, 11ൻ്റെ ക്യൂബ് 1331. ഇവിടെ നോക്കൂ, 21ൻ്റെ ക്യൂബ് 9261. ഈ 3 നമ്പേഴ്സിൻ്റെയും ക്യൂബ് നോക്കുമ്പോൾ എന്തെങ്കിലും തമ്മിലൊരു ബന്ധമുള്ളതായി തോന്നുന്നുണ്ടോ? തോന്നിയോ? ഇവിടെ നോക്കുക കേട്ടോ, 1ൻ്റെ ക്യൂബ് വന്നപ്പോൾ ഇവിടെ 1 വന്നു. 11 എന്ന് പറയുമ്പോൾ 11ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 1 വന്നപ്പോൾ ഇവിടെ എത്ര വന്നു? ഇതിൻ്റെ ആ ഒരു ക്യൂബ് നമ്പറിൻ്റെ ഈ 11ൻ്റെ ക്യൂബ് എത്രയാണ് വന്നത്? 1331. അപ്പോൾ ഇവിടെ 1 വരുമ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്? 1 തന്നെയാണ് വരുന്നത്. ഇത് 21 ആണ്. അപ്പോൾ ഇതിൻ്റെ 21 എന്ന് പറയുമ്പം 21ൻ്റെ ഒറ്റയുടെ സ്ഥാനം എത്രയാണ്? 1 ആണ് അല്ലേ. 1 വന്നപ്പം ഇവിടെ എത്രയായി? 9261 വന്നു. ഇവിടെ എത്ര വന്നു? അതിൻ്റെയും ഒറ്റയുടെ സ്ഥാനം 1 ആണ് വന്നത്. അതായത് യൂണിറ്റ് ഡിജിറ്റ് 1 ആണ് വന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കുക. ഇത് 2ഉം 3ഉം നോക്കണ്ട, 4 നോക്കുക കേട്ടോ. 4ൻ്റെ ക്യൂബ് നോക്കുക, 4 ക്യൂബ് 64, 14 ക്യൂബ് 2744, 24 ക്യൂബ് 13824. എന്താ തമ്മിൽ റിലേഷൻ ഉള്ളത്? 4 വരുമ്പം ഒറ്റയുടെ സ്ഥാനത്ത് 4 ആണെങ്കിൽ ഇതിൻ്റെയും ക്യൂബ് ആകുമ്പോൾ എത്രയാണ്? അതും 4 വരുന്നു. 14 ആയപ്പോൾ ഇവിടെ 4 വന്നപ്പോൾ ഇതിൻ്റെയും ഒറ്റയുടെ സ്ഥാനം 4 ആണ്. 24 വന്നപ്പോൾ 4 വന്നപ്പോൾ ഇതിൻ്റെയും ഒറ്റയുടെ സ്ഥാനം 4 ആണ്. 5 നോക്കൂ, 125. 5 വന്നപ്പോൾ 5 വന്നു. 15 വന്നപ്പോൾ 3375, അതിൻ്റെയും ഒറ്റയുടെ സ്ഥാനം 5 ആണ്. 25ൻ്റെ ക്യൂബ് നോക്കൂ, 17625, അതിൻ്റെയും ഒറ്റയുടെ സ്ഥാനം 5 ആണ്. അങ്ങനെ 6ൻ്റെതും 6 ആണ്, 16ൻ്റെതും 6 ആണ്, 26ൻ്റെതും 6 ആണ് വന്നുള്ളത്. 7ഉം 8ഉം നോക്കണ്ട. 9 നോക്കുക, 9ൻ്റെ 729, 19ൻ്റെ ഉണ്ടോ 6859, 9 വന്നു. 29ൻ്റെ 24389, 9ൻ്റെ വന്നപ്പോൾ എന്തായി? 9 ആണ് വരുന്നത്. അതുപോലെ 0ൻ്റെ നോക്കുക, 10 ക്യൂബ് ആകുമ്പോൾ 1000, 20 ക്യൂബ് 8000, 30 ക്യൂബ് 27,000. നമുക്ക് എന്താണ് 0 വരുമ്പോൾ 0 തന്നെ വരുന്നത്. അതായത് 1ൻ്റെ വരുമ്പോൾ 1 വന്നു. അതുപോലെ 4ൻ്റെ വന്നപ്പോൾ 4 വന്നു. അതുപോലെ 5ൻ്റെ വന്നപ്പോൾ 5 വന്നു. 6ൻ്റെ വന്നപ്പോഴും 6 വന്നു. 9ൻ്റെ വന്നപ്പോൾ 9 വന്നു. 0ൻ്റെ വന്നപ്പോൾ എന്തായി? 0 തന്നെ വരുന്നുണ്ട്. ഇവിടെ നോക്കുക കേട്ടോ, 2 ക്യൂബ് നോക്കുക, 2 ക്യൂബ് 8 വന്നു. ഇവിടെ നോക്കുക, 12 ക്യൂബ്, ഇവിടെ 2 ആണ് യൂണിറ്റ് ഡിജിറ്റ്. 12 ക്യൂബ് എത്രയായി? 1728. ഇനി 22 ക്യൂബ് നോക്കുക, 10648. എന്ത് മനസ്സിലായി? 2 വരുമ്പം 8 ആണ് വരുന്നത് അല്ലേ. ഒറ്റയുടെ സ്ഥാനത്ത് 2 വരുമ്പം ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് വരുന്നു? 8 വരുന്നു അല്ലേ. 22 ആകുമ്പം ഇവിടെ 8 വന്നു, ഇവിടെ 2. അപ്പോൾ 2 വരുമ്പം 8 ആണ് വരുന്നത്. അതുപോലെ 3ൻ്റെ നോക്കുക, 3 ക്യൂബ് 27, 13 ക്യൂബ് നോക്കൂ, 2197, 23 ക്യൂബ് നോക്കൂ, 12167. എന്താ മനസ്സിലായത്?
3 വരുമ്പം 7 വരുന്നു അല്ലേ. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 3 വന്നപ്പം ഇവിടെ 7 വന്നു. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 3 വന്നപ്പം ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 7 വന്നു. അതുപോലെ തന്നെ ഇവിടെ 7ഉം 8 നോക്കുക. 3 വന്നപ്പം 7 വന്നു. ഇവിടെ 7 വരുമ്പോൾ 3 വരുന്നു അല്ലേ. ഇവിടെ 17 ക്യൂബ് ഒക്കെ ഇവിടെ 3 വന്നു. 27 ക്യൂബ് ഇവിടെയും 3 വന്നു. അപ്പോൾ 3 വരുമ്പോൾ 7 ആണെങ്കിൽ 7 വരുമ്പോൾ എന്ത് വരുന്നു? 3 വരുന്നു. അതേപോലെ 2 വരുമ്പോൾ 8 ആണെങ്കിൽ ഇവിടെ നോക്കൂ, 8 വരുമ്പോൾ എന്ത് വരുന്നു? 2 വരുന്നു. 18 ക്യൂബ് 5832. 8 വരുമ്പോൾ 2 വരുന്നു. 28 ക്യൂബ് 8 വരുമ്പോൾ 21952. 8 വരുമ്പോൾ 2 വരുന്നു. അപ്പോൾ 1ഉം 4ഉം 5ഉം 6ഉം 9ഉം 0 വരുമ്പോൾ എന്താണ്? ആ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ ക്യൂബിൻ്റെ നമ്പറും വരുന്നത്. എന്നാൽ 2ഉം അതുപോലെ 3ഉം വരുമ്പോൾ എന്താണ്? 2 വരുമ്പോൾ 8ഉം 8 വരുമ്പോൾ 3ഉം വരുന്നു. 3 വരുമ്പോൾ 7ഉം 7 വരുമ്പോൾ 3ഉം വരുന്നു. ഇത്രയും ഓക്കെ ആണോ? നമ്മൾ എന്തിനാ ഈ ഒരു കാര്യം പഠിച്ചത്? നമ്മൾ സ്ക്വയർ അല്ലേ, സ്ക്വയർ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ചെയ്തത് നമ്മൾ? ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. സ്ക്വയർ നമ്മൾ ജസ്റ്റ് ഒരു 144ൻ്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടെത്തിയത്? ആദ്യത്തെ 2 നമ്പർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും, അവസാനത്തെ ഒരു നമ്പർ ഒറ്റയ്ക്കായി. ഇപ്പോൾ 44 ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 4 ആണ്. 4 വരുമ്പോൾ ഏതൊക്കെ നമ്പർ വരാൻ ചാൻസ്? 2 വരാൻ ചാൻസ് ഉണ്ട്, 8 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 2 നമ്പറിലേക്ക് 2ഉം എഴുതും, ഇവിടെ 8ഉം എഴുതും. പിന്നെ എന്ത് ചെയ്യാണ്? 1 നോക്കുക അല്ലേ. 1ൻ്റെ മുന്നുള്ള സ്ക്വയർ നമ്പർ 1 തന്നെയാണ്. അപ്പോൾ 12ഉം 18ഉം. അപ്പോൾ 1 ഈക്വലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ചെറിയ നമ്പർ സെലക്ട് ചെയ്യുക. 12ൻ്റെ സ്ക്വയറാണ് 144. അങ്ങനെ ഈ 4 വരുന്ന കേസിൽ 2ഉം 8ഉം വരുന്ന നമ്മൾ മനസ്സിലാക്കി. ഈ 2ഉം 8ഉം വരുന്ന മനസ്സിലാക്കി. അതുപോലെ തന്നെ ഒരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് കാണുമ്പോൾ ഇവിടെയുള്ള നമ്പർ, ഇപ്പോൾ ഇവിടെയുള്ള നമ്പർ 1 ആണെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എത്ര ആയിരിക്കും? അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? ഇവിടെ 1 വരും അല്ലേ. 1 ആണെങ്കിൽ 1 വരും. അഥവാ ഇത് 2 ആണെങ്കിലോ ഇതിൻ്റെ ക്യൂബ് റൂട്ട് വരുമ്പോൾ 2 ആണെങ്കിൽ 8 ആയിരിക്കും വരിക അല്ലേ. അഥവാ ഇത് 3 ആണെങ്കിലോ 3 ആണെങ്കിൽ ഈ നമ്പർ 3 ആണ് വരിക, യൂണിറ്റ് ഡിജിറ്റ് 3 ആണ് വരിക. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതായത് 1 വരുമ്പോൾ 1 വരും, 4 വരുമ്പോൾ 4 വരും, 5 വരുമ്പോൾ 5 വരും, 6 വരുമ്പോൾ 6 വരും, 9 വരുമ്പോൾ 9 തന്നെ വരും, 0 വരുമ്പോൾ 0 തന്നെ വരും. എവിടെ വ്യത്യാസമുള്ളത്? 2 വരുമ്പോൾ 8 വരും, 8 വരുമ്പോൾ 2ഉം വരും, 3 വരുമ്പോൾ 7 വരും, 7 വരുമ്പോൾ 3ഉം വരും. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരു നമ്പർ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ക്യൂബ് റൂട്ട് കണ്ടെത്തുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഈ 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബുകളും നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ടാക്കി പഠിച്ചു വെക്കുക. അത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫാസ്റ്റായിട്ട് മാത്സ് ചെയ്യാനുള്ളൊരു നമ്മൾ ടെൻഡൻസിയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പോകാം കേട്ടോ. ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ഞെട്ടും, ചിലപ്പോൾ ഞെട്ടില്ല, ചില ആൾക്കാർ ഞെട്ടിപ്പോവും. ഒരു വലിയൊരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് നമ്മൾ കാണാൻ പോകാം കേട്ടോ. 474 552 കണ്ടോ? ഒരു 6 അക്ക നമ്പറുണ്ട്. ഈ 6 അക്ക നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടെത്തുക അല്ലേ. ഇപ്പം നമുക്ക് ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് അല്ലേ, വെറുതെ ഒരു മാത്സിൻ്റെ ബേസിക് ഐഡിയ മാത്രമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിൻ്റെ ക്യൂബ് റൂട്ട് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അതെങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് കാണുന്നത് നമ്മൾ പഠിച്ചു വെക്കണം. ക്ലിയർ അല്ലേ? നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? നമ്മളിപ്പോൾ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? ഇപ്പോൾ ഒരു 3 അക്ക നമ്പർ ആണെങ്കിൽ അല്ലേ, ഇപ്പോൾ ഒരു 289 വിചാരിക്കുക. ഇതിൻ്റെ നമ്മൾ സ്ക്വയർ റൂട്ടാണ് കാണുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ ഈ 2 നമ്പറിനെ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പാക്കും. പിന്നെയുള്ള അടുത്ത 2 നമ്പറാണെങ്കിൽ അടുത്ത 2 നമ്പറിന് ഒരു ഗ്രൂപ്പാക്കും. 1 ആണെങ്കിൽ ഒരു നമ്പറിന് ഗ്രൂപ്പാക്കും. അപ്പോൾ 2 വീതമുള്ള ഗ്രൂപ്പാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്ത് ചെയ്യുക? ഇവരെ അവസാനത്തെ ഈ 3 നമ്പേഴ്സിന് ഒരു ഗ്രൂപ്പാക്കുക. പിന്നത്തെ അടുത്ത 3 നമ്പേഴ്സിന് എന്ത് ചെയ്യുക? അടുത്ത ഗ്രൂപ്പാക്കുക. 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 3 കൂടി ഒറ്റ ഗ്രൂപ്പാക്കുക. 2 നമ്പറുള്ള വെച്ചാൽ 2 കൂടി ഒറ്റ ഗ്രൂപ്പാക്കുക. ഒരു നമ്പർ ആണെങ്കിൽ ഒരു നമ്പറിന് ഒരു ഗ്രൂപ്പാക്കുക. എന്ത് ചെയ്യണം? എന്തായാലും ആദ്യത്തെ 3 നമ്പറിനെ ഒരു ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ 2 പാർട്ടാക്കി മാറ്റി. 3 വീതം നമ്പറുള്ള 2 പാർട്ടാക്കി മാറ്റി. ഇനി എന്ത് ചെയ്യുക? ഇനി ഒന്നും ചെയ്യാനില്ല. ഇവിടെ നോക്കൂട്ടോ, നമുക്ക് ഈ സ്ക്വയർ റൂട്ട് കാണുന്നതിനേക്കാളും എളുപ്പമാണ് നമുക്ക് ക്യൂബ് റൂട്ട് കാണാൻ. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം 2 അല്ലേ? ഒറ്റയുടെ സ്ഥാനം 2 ആണെങ്കിൽ ഏത് നമ്പറാണ് വരിക? നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് ആൻസറിൽ ക്യൂബ് റൂട്ട് 8 വരിക. 2 വരുമ്പോൾ 8 വരിക.
അടുത്ത നമ്പർ നോക്കാം. ഇത് 474 ഓക്കെ ആണല്ലോ. നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം 474 അതിന് മുന്നേ വരുന്ന ക്യൂബിൻ്റെ നമ്പർ ഏതാണെന്ന് നോക്കുക. ഏത് നമ്പറിൻ്റെ ക്യൂബാണെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് നമ്മൾ പഠിച്ചേക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ 474 അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന താഴേക്ക് നിൽക്കുന്ന ഏത് നമ്പറിൻ്റെ ക്യൂബുള്ളത് നോക്കുക. ഇവിടെ നമുക്ക് 8ൻ്റെ ക്യൂബ് 512 7ൻ്റെ ക്യൂബ് 343 അപ്പോൾ 474 താഴെ വരുന്നത് 7ൻ്റെ ക്യൂബാണ് അല്ലേ, 343. അപ്പോൾ ഇവിടെ 7 അങ്ങോട്ട് കൊടുക്കുക. ദിസ് ഈസ് അവർ ആൻസർ. ഇത്രയും വലിയ നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് നമ്മൾ ഒറ്റ സെക്കൻഡോട് കണ്ടുപിടിക്കാൻ പറ്റും. കേട്ടില്ലേ? 2 ആണെങ്കിൽ 8, 474ൻ്റെ മുന്നുള്ള ക്യൂബിൻ്റെ നമ്പർ എത്രയാണ്? 7 78. ആൻസറായി. ഇത്രയും എളുപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. നമുക്ക് സ്ക്വയർ റൂട്ട് കാണുന്നതിനേക്കാളും എളുപ്പമാണ് ക്യൂബ് റൂട്ട് കാണാൻ. ഇവിടെ 2 ആയതുകൊണ്ട് നമ്മൾ 8 ആയിരിക്കും ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം. ഇവിടെ 474 അതിൻ്റെ മുന്നേ 474 അതിന് തൊട്ട് മുന്നേ വരുന്ന ഏത് നമ്പറിൻ്റെ ക്യൂബുള്ളത് നോക്കുക. 7ൻ്റെ ക്യൂബ് 343 ആണ്. അപ്പോൾ നമ്മുടെ 7 കൊടുക്കുക. 78 ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. 175 616 കണ്ടോ, ഇതൊരു 6 നമ്പറാണ്. ഇതിൻ്റെയും ക്യൂബ് റൂട്ട് കാണാം. നമ്മുടെ സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ 3 നമ്പറിനെ ഒരു പാർട്ടാക്കി, അടുത്ത 3 നമ്പറിനെ ഒരു പാർട്ടാക്കി. 6 ആണെങ്കിൽ എന്തായിരിക്കും? 6 തന്നെ ആയിരിക്കും. പിന്നെ 175 അതിന് തൊട്ട് മുന്നേ വരുന്ന ഏത് നമ്പറിൻ്റെ ക്യൂബ് നോക്കുക. 175ൻ്റെ മുന്നേ വരുന്നത് 5 ക്യൂബ് 125 ഉള്ളൂ. നമ്മുടെ ആൻസർ 56. കഴിഞ്ഞു പണി അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 3. 884 736 കണ്ടോ, വലിയ നമ്പറാണ്. ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാണാം. എന്താ സ്റ്റെപ്പ്? ആദ്യത്തെ 3 നമ്പർ ഒരു ഗ്രൂപ്പ്, അടുത്ത 3 നമ്പർ ഗ്രൂപ്പ്. 6 ആണെങ്കിൽ 6, 884 അതിന് തൊട്ട് മുന്നേ വരുന്ന ക്യൂബുള്ള നമ്പർ എത്രയാണ്? 884ൻ്റെ മുന്നേ വരുന്നത് 9 നമ്മുടെ ആൻസർ 96. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര സമയം കൊണ്ട് ഈ ഒരു ആൻസർ ചെയ്യാൻ. നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണുന്നു. അവസാനത്തെ 6 ആണെങ്കിൽ മനസ്സിൽ 6 ആയിരിക്കും. 884ൻ്റെ മുന്നുള്ള ക്യൂബ് 9 ആയിരിക്കും അല്ലേ. അപ്പോൾ 96. നമുക്ക് പേന ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലേ. നമുക്ക് ജസ്റ്റ് കമ്പ്യൂട്ടറിൽ നോക്കി നമുക്ക് മൗസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസറിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. നമുക്കിപ്പോൾ നമ്മൾ 6 നമ്പറുള്ള ചെയ്തു അല്ലേ. നമുക്ക് വേറെ ഒരു 5 നമ്പറുള്ള ചെയ്ത് നോക്കാം. 24389. ഓക്കെ, ഈ നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് നമ്മൾ കണ്ടെത്തി നോക്കാം. ഞാൻ പറഞ്ഞു ഈ നമ്പർ അവസാനം വരുന്ന ഈ 3 നമ്പറിനെ ഒരു ഗ്രൂപ്പ് ആക്കുക. പിന്നെ 2 നമ്പർ വെച്ചാൽ അവരൊരു ഗ്രൂപ്പ് ആക്കുക. 3 ആണെങ്കിൽ 3 വെച്ച് ഒരു ഗ്രൂപ്പ് ആക്കുക. എന്തായാലും 3 വെച്ച് വീതം അടങ്ങുന്ന ഗ്രൂപ്പുകളാണ് നമ്മൾ ആക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പോൾ 389 9 ആണെങ്കിൽ എന്താണ്? 9 കൊടുക്കുക. പിന്നെ 24 24 അതിൻ്റെ മുന്നേ വരുന്ന തൊട്ട് മുന്നത്തെ ക്യൂബ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ 27 പിന്നെ 8 വരുന്നത്. അപ്പോൾ 2. അപ്പോൾ 29ൻ്റെ ക്യൂബാണ് 24389 അല്ലേ. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് 5 നമ്പറുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എഴുതിയതാണ്. 24389 29ൻ്റെ ക്യൂബാണ്. കണ്ടോ, വളരെ സിമ്പിളല്ലേ ക്യൂബ് റൂട്ട് കാണാൻ. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു കുറച്ചൊരു വെറൈറ്റി അല്ല, സിമ്പിളാണ്, നാം ചെയ്തു നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 5. 19683 ക്യൂബ് റൂട്ട് ഓഫ് 19683 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 2197. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഫോർമാറ്റ് കാണിച്ചു. ഇതൊക്കെ സാധാരണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് കാണാം, ഈ നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് കാണാം, തമ്മിൽ കൂട്ടുക. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അതെന്ത് ചെയ്യുക, ആദ്യത്തെ 3 നമ്പറിനെ, ഞാൻ ആദ്യത്തെ 3 നമ്പർ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കേട്ടോ. ഈ നമ്പറല്ല, ശരിക്കും അവസാനത്തെ 3 നമ്പറാണ്. അവസാനത്തെ 3 നമ്പറിനെ ഒരു ബാച്ച് ആക്കുക, പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ ഒരു ബാച്ച് ആക്കുക. അപ്പോൾ 683 ഇവിടെ 3 വന്നു. 3 ആണെങ്കിൽ ആരായിരിക്കും? 7 ആയിരിക്കും ഒരാൾ. 19ൻ്റെ മുന്നുള്ള ആൾ 2 ക്യൂബ് 8. അപ്പോൾ 27ൻ്റെ ക്യൂബാണ് 19683 അല്ലേ. 27ൻ്റെ ക്യൂബാണ് 19683. അപ്പോൾ നമുക്കിത് ബൈ ഹാർട്ട് ആണെങ്കിൽ എന്തെങ്കിലും ആവശ്യമില്ല, ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. 27ൻ്റെ ക്യൂബാണ് 19683 നമുക്ക് തലയിലേക്ക് വരും. പ്ലസ് 2197ൻ്റെ ക്യൂബ് റൂട്ട് എന്ത് ചെയ്യുക, ഇവരെ 3 ആൾക്കാരും ഒരു ഗ്രൂപ്പ് ആക്കുക, പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് അല്ലേ, ഇവൻ ഒറ്റയ്ക്ക്.
ഏഴാണെങ്കിൽ ആരാണ്? ഏഴാണെങ്കിൽ 3, 3ആണെങ്കിൽ 7, 7ആണെങ്കിൽ 3. പിന്നെ ഉള്ളത് 2. 2ഓ 2ന് മുന്നേ വരുന്ന ക്യൂബ് റൂട്ട് ഏതാ? 2ന് മുന്നേ വരുന്ന 1 ഉള്ളൂ അല്ലേ? അപ്പോൾ 1. 13ൻ്റെ ക്യൂബാണ് 2197. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അത് പഠിച്ചാൽ പിന്നെ അതങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? 13ൻ്റെ ക്യൂബാണ് 2197. 27 13 കൂട്ടാം 40 ആൻസർ. സിമ്പിൾ. ക്വസ്റ്റ്യൻ നമ്പർ 6. റൂട്ട് ഓഫ് 5 ക്യൂബ് പ്ലസ് 16 സ്ക്വയർ പ്ലസ് 19 ഈ റൂട്ടിനെ മൊത്തത്തിൽ ക്യൂബ് ചെയ്തു. ഓക്കെ, ഒരു റൂട്ടിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്, അതിനെ മൊത്തം ക്യൂബ് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ആ റൂട്ട് അതേപോലെ എഴുതി. 5 ക്യൂബ് എത്രയാണ്? 5 25, 25 125. 16 സ്ക്വയർ എത്രയാണ്? 16 × 16 256 പ്ലസ് 19. ഇനി എന്ത് ചെയ്യുക? ഇതിന് പിന്നെ നമ്മൾ ക്യൂബും ചെയ്യണം അല്ലേ? ഇതിന് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ക്യൂബും ചെയ്യാണ്ട്. 125ഉം 256ഉം 250ഉം 100ഉം 380 375 376 250ഉം 100ഉം 350 350ഉം 25 375 375ഉം 6ഉം 381 381ഉം 19ഉം 400. റൂട്ട് ഓഫ് 400 ഹോൾ ക്യൂബ്. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ നമുക്ക് 400 കിട്ടും. ഇപ്പോൾ റൂട്ട് ഓഫ് 400 ഹോൾ ക്യൂബ്. ഇനി എന്ത് ചെയ്യുക? നമുക്ക് 400ൻ്റെ റൂട്ട് അറിയാം അല്ലേ? 20 സ്ക്വയറാണ് 400. അപ്പോൾ 20 ക്യൂബായി മാറി അല്ലേ? 400ൻ്റെ റൂട്ട് 20ആണ്. പിന്നെ ബാക്കി 20 ഉണ്ട്. പിന്നെ ക്യൂബും കൊടുക്കുക. 20 ക്യൂബ് എത്രയാണ്? 2 × 2 4, 4 × 2 8. 3 0 ചേർത്താൽ നമ്മുടെ ആൻസർ 8000. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു കുറച്ചൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. വെറൈറ്റി ഒന്നുമല്ല, കാണുമ്പോൾ ഒരു വെറൈറ്റി തോന്നും, പക്ഷേ സിമ്പിളാണ്. ക്യൂബ് റൂട്ട് ഓഫ് 4 12/125. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അല്ലേ? എന്ത് ചെയ്യുക? 125 × 4 ചെയ്യുക. എത്ര കിട്ടും? 4 × 100 400 500. 500 പ്ലസ് എന്ത് ചെയ്യുക? 12ഉം കൂട്ടുക. 512 ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? താഴെ ആൾ എഴുതുക 125. അപ്പോൾ എന്ത് ചെയ്യുക? പിന്നെ ക്യൂബ് റൂട്ടും കൊടുക്കുക. നമ്മൾ ഈ കാണുന്ന ആൾക്കാരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ എഴുതി. പിന്നെ എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ ആ ക്വസ്റ്റ്യനിലെ ക്യൂബ് റൂട്ട് കൊടുത്തു. ഇനി ചെയ്യാം നമുക്ക്. ഇനി എന്ത് ചെയ്യണം? 512 ക്യൂബ് റൂട്ട് കാണാം. എത്രയാണ്? നമുക്കറിയുന്ന കാര്യമല്ലേ? 8 ക്യൂബാണ് 512. അപ്പോൾ 512 ക്യൂബ് റൂട്ട് 8ആണ്. 125ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 5ആണ്. നമ്മുടെ ആൻസർ 8/5. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാനായിട്ടോ. ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് ഇപ്പോൾ കഴിയും. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ക്യൂബ് റൂട്ട് ഓഫ് 8th ക്വസ്റ്റ്യൻ. ഇവിടെ സ്ഥലമില്ല, ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. 8th ക്വസ്റ്റ്യൻ. ക്യൂബ് റൂട്ട് ഓഫ് 32768 32768 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 110 514 പ്ലസ് 78. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. എന്താ ചെയ്യുക? ആദ്യം ഈ നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് കാണുക. പിന്നെ നമുക്ക് ക്യൂബ് റൂട്ടിനകത്ത് ഇവർ തമ്മിൽ പ്ലസ് ചെയ്യാനുണ്ട് അല്ലേ? ഇവർ തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെയും ക്യൂബ് റൂട്ട് കാണുക. സിമ്പിളാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാണാം. 3 നമ്പർ സ്പ്ലിറ്റാക്കി ഇതിനാക്കി. 8 ആണെങ്കിൽ എത്ര ആയിരിക്കും? 8 ആണെങ്കിൽ 2 ആയിരിക്കും. 32ൻ്റെ മുന്നേ ഉള്ള നമ്പർ 27 വരുന്നുണ്ട്. അപ്പം 3, അപ്പം 32. ഓക്കെ, 32,762 ക്യൂബ് റൂട്ട് 32 കിട്ടി. പ്ലസ് ഇതെന്ത് ചെയ്ത് തമ്മിൽ കൂട്ടുക. 110 514 ഈ 78 തമ്മിൽ കൂട്ടുക. എത്ര കിട്ടും? 8 4 12 7 8 9 5 0 1 1 0. ഇനി എന്ത് ചെയ്യുക? 3 നമ്പറിന് ഒന്നാക്കി. ഒരു 3 നമ്പറിന് ഒന്നാക്കി. ഇവിടെ 2 ആണ്. 2 ആണെങ്കിൽ ആരായിരിക്കും? 8 ആയിരിക്കും. പിന്നെ 110 മുന്നേ വരുന്ന ആൾ 4 ആണ്. 48. നമ്മുടെ ആൻസർ എന്തായി? 32ഉം 48ഉം കൂട്ടുക. 50ഉം 30ഉം 80 ആയിരിക്കും നമ്മുടെ ആൻസർ. സിമ്പിൾ അല്ലേ? ഇനി ഞാൻ 2 ഹോംവർക്ക് തരാം കേട്ടോ. ക്വസ്റ്റ്യൻസ് 2 ഹോംവർക്ക് തരാം. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9ാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 9. ക്യൂബ് റൂട്ട് ഓഫ്
70,049,69 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 29,791 ഡിവൈഡഡ് ബൈ കറക്റ്റ് ചെയ്തോട്ടോ ക്യൂബ് റൂട്ട് ഓഫ് 3,375. നിങ്ങളിതിൻ്റെ ആൻസർ ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ബോർഡർ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യുക. അതേപോലെ 10ാമത്തെ ഒരു ക്വസ്റ്റ്യൻ തരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ പക്ഷേ സിമ്പിളാണ്. ക്യൂബ് റൂട്ട് ഓഫ് 8 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 16 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 100/49. ഒക്കെ സിമ്പിളാട്ടോ. കാണുമ്പോൾ വലിയ മഹാസംഭവമാണ്, പക്ഷേ സിമ്പിളാണ്. ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 125. ഓക്കെ, ഇതാണ് നമ്മുടെ 2ാമത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാത്സിലെ എന്താ പറയുക, ക്യൂബ് റൂട്ട് ആൻഡ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ആൻഡ് സ്ക്വയർ റൂട്ട്, അതുപോലെ ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കാം. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിനെ പറ്റി പറയുക. നല്ല ക്ലാസ്സാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക മീൻസ് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. അതിൽ ഡെമോ ക്ലാസ്സുകളുണ്ട്, അത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.